മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ഫ്ലൈ ഓവർ വരുന്നു. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെത്തിയ മന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മഹാപ്രളയത്തിൽ തകർന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. വിനോദസഞ്ചാരികളിലെ പറുദീസയായ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കിഫ്ബി സഹായത്തോടെയാണ് ഫ്ലൈ ഓവർ നിർമ്മിക്കുക. ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ മൂന്നാറിൽ പറഞ്ഞു. ഈ ടൗൺ വളരെ ചെറിയ ടൗണാണ്, യാത്രാ സൗകര്യം വളരെ കുറവാണ്. 100 വർഷത്തിന് മുമ്പുള്ള റോഡുകളുടെ സൗകര്യവും വീതിയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ സജഷൻ നേരത്തെ ഉണ്ട്. 2 കണക്ട് ചെയ്ത് ഫ്ലൈ ഓവർ വന്നാൽ ടൗണിനകത്തെ കുരുക്ക് കുറച്ച് കുറയും. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ വലിയ ആവശ്യമാണ്. അത് നോക്കിയിട്ട് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ആശുപത്രി കെട്ടിടത്തിനും ദേവികുളത്ത് ഈ മേഖല ചുറ്റുപാടുമുള്ള മേഖല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ആ CHC കുറച്ചുകൂടി നല്ല കെട്ടിടം വേണം. കെട്ടിടത്തിൻ്റെ ഇനിഷ്യലായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഫണ്ട് അതിന് വെച്ചിട്ടുണ്ട്. അത് സ്പീഡപ്പ് ചെയ്യണം. ആ സ്ഥലം ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കും. അവിടെ പുതിയ കെട്ടിടം വരാനുള്ള സ്റ്റെപ്പ് എടുക്കും. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കും. എഞ്ചിനീയറിംഗ് കോളേജ് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മൂന്നാറിന്റെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള കോഴ്സുകൾ കോളേജിൽ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ CCIKയുടെ നേതൃത്വത്തിലാണ് ഈ കോളേജ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ HRD ഇത് ഏറ്റെടുക്കുന്ന സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ധനകാര്യ വകുപ്പ് ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകും. എന്തൊക്കെ ഇവിടെ ഫർദറായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വലിയൊരു ക്യാമ്പസാണ്, വളരെ പഴക്കമുള്ളതാണ്. മൂന്നാർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. ടൂറിസം, ക്ലൈമറ്റിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കോളേജിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, ഭാവിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഈ കോളേജ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലെ വികസന പ്രവൃത്തികളിലെ അവലോകനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, ദേവികുളം CHC എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് A. രാജ MLA, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി റോബിൻസൺ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.